200 കോടി രൂപയുടെ ബഡ്ജറ്റിൽ ഏതാണ്ട് 150 കോടിയോളം ഒരു നടന് കൊടുത്തതിന് ശേഷം മീതിയുള്ള 50 കോടിക്ക് സിനിമ എടുത്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമാണോ? തീർച്ചയായിട്ടും സാധ്യമാണ്. നല്ല കണ്ടന്റ് ആയിരിക്കണം. ആ നടന്, നമ്മൾ ഉദ്ദേശിക്കുന്ന 150 കോടി കൊടുക്കുന്ന നടന് ആ കഥാപാത്രത്തിനെ ഡ്രൈവ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് മാത്രം മതി. അത് തെളിയിച്ചിരിക്കുകയാണ് വീരാധീരാസൂര എന്നുള്ള സിനിമ. നമസ്കാരം, അമൃതാണ്. കഴിഞ്ഞ ദിവസം ഈ സിനിമ ഒരു പ്രതീക്ഷയില്ലാതെ കാണാൻ പോയതാണ്. അതും തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് ഇത് പാർട്ട് 2 ആണെന്ന് കണ്ടപ്പോഴത്തേക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വന്നില്ലേ, വിക്രമിന്റെ ഒരു സിനിമ ഞാൻ മിസ് ചെയ്തോ, എല്ലാം കൂടെ ആകെ കൺഫ്യൂഷനായി. പിന്നീടാണ് മനസ്സിലായത് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ആദ്യം റിലീസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടായിട്ടുള്ള പ്രീക്വൽ ഇനി ചെയ്യത്തേ ഉള്ളൂ. അതായിരിക്കും എൻ്റെ ലോജിക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിനിമയ്ക്ക് കയറി. സാധാരണ ഒരു തമിഴ് സിനിമയുടെ സ്റ്റാർട്ട്, പക്ഷേ എങ്കിലും ആ ഒരു പവർ ഇനിഷ്യൽ അതിൻ്റെ ഫസ്റ്റ് സീനിൽ തന്നെ ഉണ്ട്. സുരാജേട്ടൻ ഇതിനകത്ത് തകർത്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹത്തിൻ്റെ സ്വന്തം സൗണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മണിച്ചേട്ടനൊക്കെ തമിഴിൽ പോയി കസറിയ അത്ര എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഹി ഹാസ് ഡൺ ഹിസ് ബെസ്റ്റ്. പക്ക ഒരു തമിഴ് നടൻ പെർഫോം ചെയ്യുന്ന കണക്ക് ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്.